അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉപരോധവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെയും ലക്ഷ്യമിട്ട് അടിസ്ഥാനരഹിതമായ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച് ICC അധികാരം ദുർവിനിയോഗം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് ട്രംപ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഗാസയിലെ സൈനിക നടപടിയിലായിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും ഒപ്പം മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഈ നടപടിക്കെതിരെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയാണ് US പ്രസിഡന്റ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ICC അംഗമല്ലാത്ത അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മേൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഒരു അധികാര പരിധിയുമില്ലെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. യുദ്ധനിയമങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകുന്നവരാണ് ഇരു രാജ്യങ്ങളും. ഇവർ ICCയുടെ അധികാരം ഒരിക്കലും അംഗീകരിച്ചിട്ടുമില്ല. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ഏജന്റുമാർ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് അമേരിക്കയിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കുറ്റമാരോപിക്കുന്ന സംരക്ഷിത വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്നതിനോ തടങ്കലിൽ വയ്ക്കുന്നതിനോ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനോ ഉള്ള ICC ശ്രമങ്ങൾ അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്കും വിദേശ നയങ്ങൾക്കും ഭീഷണിയാണെന്നും ഉത്തരവിൽ പറയുന്നു. ഉത്തരവ് പ്രകാരം സംരക്ഷിത വ്യക്തികൾ എന്ന ആനുകൂല്യം ലഭിക്കുന്നത് US സായുധ സേനയിലെ അംഗങ്ങളും മുൻ അംഗങ്ങളും നിലവിലെയും മുൻകാലത്തെയും സർക്കാർ ഉദ്യോഗസ്ഥരും ICC അധികാരപരിധി അംഗീകരിക്കാത്ത US സഖ്യകക്ഷികളിലെ വിദേശ പൗരന്മാരും ഉത്തരവിലെ സംരക്ഷിത പരിധിയിൽ ഉൾപ്പെടും. ഈ ഉത്തരവ് ട്രംപ് ഒപ്പുവെച്ചതോടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടികളിൽ പലതും ഇനി നിർജീവമാകും. അമേരിക്കയുടെ നടപടിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.